വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാസ്റ്റർ. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ക്രൂരമായ അവഗണന കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം, കേരളത്തോടുള്ള മുഴുവൻ രാഷ്ട്രീയ വിരോധവും ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തീർക്കാനുള്ള അവസരമായി മാത്രമാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് എന്ന് വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു. സംസ്ഥാന BJP അടക്കമുള്ളവർ ഇതിന് കുടപിടിക്കുന്ന ഒത്താശ ചെയ്യുന്ന സമീപനമാണുള്ളത്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനും സമാനമായ മനസ്ഥിതിയാണുള്ളത്. BJPക്കെതിരെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്ത ഒരു ഘട്ടമാണ്. ഈ വിഷയം മുൻനിർത്തിക്കൊണ്ടുവരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. സംസ്ഥാനമാകെ, കേരളത്തിന്റെ ആകെ പ്രക്ഷോഭം ഈ വിഷയത്തിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. CPIM ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുമെന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ദിവസങ്ങൾക്ക് ശേഷം അതിശക്തമായ പ്രക്ഷോഭം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ കാണുമെന്നും വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ പാലക്കാട് ഏറ്റവും വിവാദമായിരിക്കുന്ന കള്ളവോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ BJPക്കും കോൺഗ്രസിനുമുള്ള താൽപര്യങ്ങൾ, അവരുടെ ഇടപെടൽ വളരെ നിർണായകമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പുനഃപരിശോധന വോട്ടർ പട്ടികയിൽ ഒരിക്കൽ കൂടി സമഗ്രമായി ആവശ്യപ്പെടുകയാണ്. അതിനൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ ഈ വിധം പേര് ചേർത്തിട്ടുള്ള BLOമാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നത് ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടപടിക്ക് CPIM ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് BJP ഡീൽ എല്ലാ ഘട്ടങ്ങളിലും രാഷ്ട്രീയ രംഗത്ത് കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പാലക്കാടുമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ് വി ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വ്യാജ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPIMനെതിരെ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പോലും BJPക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതും അദ്ദേഹം സൂചിപ്പിച്ചു. സച്ചിൻ വള്ളിക്കാട് വീണ്ടും ചേരുകയാണ്. സച്ചിൻ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അവഗണനയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന UDFനും ഒപ്പം കേരളത്തിന് സഹായം ലഭിക്കരുത് എന്ന നിലപാടെടുക്കുന്ന BJPക്കും അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായി. പ്രത്യേകിച്ച് ശക്തമായ പ്രതിഷേധത്തിൽ ഒരുങ്ങുകയാണ് CPIM. അതിനൊപ്പം തന്നെ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചർച്ചയാകുന്ന എല്ലാ വിഷയങ്ങൾ സംബന്ധിച്ചും അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തി. കാവ്യ, വലിയ രീതിയിലുള്ള വിമർശനമാണ് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാസ്റ്റർ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കേന്ദ്രം വീണ്ടും കേരളത്തോട് ദ്രോഹം ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള അമർഷമാണ് മലയാളികൾക്ക് ഇപ്പോൾ കേന്ദ്രത്തോട് ഉള്ളത് എന്ന കാര്യം ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വയനാട് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതിനെ ഒരിക്കലും മലയാളികൾ പൊറുക്കില്ല. ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. BJP നേതാക്കളോ അല്ലെങ്കിൽ BJPയോ യാതൊരുവിധ മറുപടിയും ഇതിനെതിരെ നൽകുന്നില്ല. നേതാക്കൾക്കൊന്നും മിണ്ടാട്ടമില്ല തുടങ്ങിയ കാര്യങ്ങൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് UDFന്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യവും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിൻ്റെ അവഗണന നേരിടുന്നുണ്ടെങ്കിൽ പോലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും എന്ന കാര്യവും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കെതിരെ യാതൊരുവിധ പ്രതികരണവും UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. BJPക്ക് ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് UDF പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യാജ വോട്ടിൻ്റെ കാര്യത്തിൽ പോലും LDFനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ വ്യാജ വോട്ടർ ID നിർമ്മിച്ച് വ്യാജ വോട്ടർമാരെ ചേർത്ത BJPയും കോൺഗ്രസും യാതൊരുവിധ തമ്മിൽ തർക്കങ്ങളോ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ ഒരേ പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ തൂവൽ പക്ഷികളാണ് എന്ന കാര്യം കൂടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് പാലക്കാടൻ ജനത മറുപടി നൽകുമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. പാലക്കാട് BJP 3ാം സ്ഥാനത്താകും. LDFും UDFും തമ്മിലാണ് മത്സരം എന്ന കാര്യം കൂടെ വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാവ്യ.
ശരി, സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രത്തിന്റെ വലിയ അമർഷം കേരളത്തോട് തീർക്കാനുള്ള സാഹചര്യമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ അടക്കം ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് CPIM. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ ഈ വിധം ബോധിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി.